കാർത്തിക അഖിലേട്ടനെ ചീറ്റ് ചെയ്തു ഏട്ടത്തി. എന്നിട്ട് സ്വത്തെല്ലാം കൈക്കലാക്കാൻ ശ്രമിക്കുക. അഭിയേട്ടനോട് പ്രതികാരം ചെയ്യണമെന്ന് ആദിത്യ പറയുന്നുണ്ടായിരുന്നു. ആദിത്യനും കാർത്തികയും റെസ്റ്റോറന്റിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ കേട്ടതാ. അതുകൊണ്ടാ അവൻ എന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. കാർത്തിക ഇങ്ങനൊരു തെറ്റ് ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് അവൾ ഇത്രയും ടെൻഷനിലിരിക്കുന്നെ. വാ പോവാം. ഇവനായിട്ടെത്തി. ഇവനാ എന്നെ കിഡ്നാപ്പ് ചെയ്യിച്ച്. കാർത്തികയുടെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ അച്ഛൻ ഇവനായിട്ടെത്തി. ഓ, അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ? ന്യൂസ് ഒക്കെ ലീക്കായി. നീക്കൊരു മനുഷ്യനാണോ അത് മൃഗമാണോ? ആദിത്യ മാഡം, ഞങ്ങളോടുള്ള വാശിക്ക് നീ ഇതൊക്കെ ചെയ്തല്ലേ? അതല്ലേ പറഞ്ഞേ, നിന്റെ ഭർത്താവ് അഭിറാമിനെ തോൽപ്പിക്കാൻ ഞാൻ ഏത് വഴിയും സ്വീകരിക്കുമെന്ന്. ഈ കാര്യം എന്റെ ഏട്ടൻ അറിഞ്ഞാലുണ്ടല്ലോ, നിന്നെ പിന്നെ ജീവനോട് വെച്ചേക്കില്ല. ആരാ പറയാൻ പോകുന്നേ? നീയാണോ അതോ നന്ദിനിയാണോ? അതിന് നീയൊക്കെ ഇവിടുന്ന് ജീവനോടെ പുറത്തു പോയാലല്ലേ? നിന്റെ ഭർത്താവ് ഈ കാര്യമൊക്കെ അറിയൂ. ഇവിടെ വരെ കെട്ടിയിടാ. നോ 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 നോ. പറഞ്ഞേ 1+1 ഓഫർ പോലെ എനിക്കൊരു വലിയ ഓഫറല്ലേ തന്നിരിക്കുന്നത് വസുന്ധര മാഡം. എന്റെ രഹസ്യമൊക്കെ അറിഞ്ഞതുകൊണ്ട് നന്ദിനിയെ മാത്രമാണ് ഞാൻ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. കാർത്തികയുടെ പേരിൽ സ്വത്തൊക്കെ എഴുതി കഴിയുമ്പോ നന്ദിനിയെ വിട്ടേക്കെന്നാ ഞാൻ വിചാരിച്ചത്. പ്രതീക്ഷിക്കാതെ തന്നെ ഇപ്പൊ നീയും കയറി വന്നു. ഇനിയിപ്പോ നിന്നെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അഭിറാമിനോട് ഗവൺമെന്റ് ഈവന്റ് വേണമെന്ന് ഞാൻ ഡിമാൻഡ് ചെയ്യാൻ പോവാ. അങ്ങനെ ഒരു വശത്ത് കാർത്തികയ്ക്ക് സ്വത്തും കിട്ടും, ഇവിടെ എനിക്ക് ഗവൺമെന്റ് ഈവന്റും കിട്ടും. ഒന്നിന് ടോപ്പപ്പ് പോലെ 2 ബെനിഫിറ്റ്സ്. ഞങ്ങളെ കബളിപ്പിച്ച് നിനക്കൊന്നും നേടാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ സാധിക്കാൻ പോവല്ലേ മാഡം? കുറച്ച് നേരത്തേക്ക് നിങ്ങൾ രണ്ടുപേരും എന്റെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ ഇരിക്കേ. എന്റെ ജോലി കഴിഞ്ഞ ഉടനെ നിങ്ങൾ രണ്ടുപേരെ അങ്ങ് വിട്ടേക്കാം. ഡേയ്, ഇത്തവണ ഇവര് രക്ഷപ്പെട്ടു പോകാതെ ശ്രദ്ധയോടെ നിങ്ങൾ കാവലിരിക്കണം. ശരി സർ. അഭിയേട്ടനും ഭാസ്കരേട്ടനും ഇതുവരെ വരാത്തതെന്താ? അവര് വന്നോളും. നിനക്കെന്താ എത്ര ധൃതി? കാർത്തിക ധൃതി പിടിക്കുന്നത് ഇവനെങ്ങനെ മനസ്സിലാകും? സ്വത്ത് കിട്ടാൻ പോകുന്നെന്ന് കുഞ്ഞമ്മയ്ക്കും ധൃതി ഉണ്ടല്ലോ അല്ലേ? കൊല്ലേ ഈ ധൃതി. പണം കിട്ടിയ ആർക്കാ കഴിക്കുക? ആ, നിങ്ങൾ എത്തിയോ? ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു. ലോയർ നിങ്ങളുടെ കൂടെ വന്നില്ലേ? വന്നോണ്ടിരിക്കുക കാർത്തിക. ഏട്ടാ, ആ ഡോക്യുമെന്റ്സും കൊണ്ടുവാ. ശരി അബി. അഭിയും ഭാസ്കറും വന്നു. സ്വത്തപ്പ എഴുതി കൊടുക്കും. കുറച്ച് ആവേശം അടക്കന്റെ കുഞ്ഞമ്മേ. എടുത്തി വസുന്ധര എവിടെ? പുറത്തു പോയിരിക്കാ അബി. എവിടെ? ഇപ്പൊ വരാന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. വാസു ഇല്ലാന്നും പറഞ്ഞ് ഒപ്പിടേണ്ടത് നിർത്തി വെക്കോ? എന്തിനാ കുഞ്ഞമ്മേ വെപ്രാളപ്പെടുന്നേ? ഏട്ടാ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താ പോരെ? നല്ല പോലെ ആലോചിച്ചിട്ട് തന്നെ ഈ തീരുമാനം എടുത്തിരിക്കുന്ന അഖിൽ.
വക്കീൽ സാർ വന്ന ഉടനെ ഒപ്പിട്ടേക്കാം വക്കീൽ. വസു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഭാസ്കർ. വസുവെടുത്ത് എവിടെ പോയോ എപ്പോ വരും അറിയില്ല. എന്തിനാ അമ്മയെ വെയിറ്റ് ചെയ്യുന്നേ? വസുവെടുത്ത് ഇല്ലാതെ എങ്ങനെയാ പേപ്പേഴ്സിൽ സൈൻ ചെയ്യുന്നേ? ഒപ്പിടാൻ പോകുന്നത് നിങ്ങൾ മൂന്നുപേരും അല്ലേ? വസുവെടുത്തിയുടെ ആവശ്യം എന്താ? ഈ സ്വത്ത് മുഴുവൻ അബിയുടേതാ. വസു അബിയുടെ ഭാര്യയും. അവളില്ലാതെ എങ്ങനെ ഒപ്പിടാൻ പറ്റും? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഏതെങ്കിലും ഒരു വിധത്തിൽ ഇത് തടയുന്നു. ഇതെന്തിനാ ഇപ്പൊ എന്നോട് പറയുന്നേ? നേരെ പോയി അഭിചേട്ടനോട് പറഞ്ഞേക്ക്. അയ്യോ, അവന്റെ മുമ്പിൽ ഞാൻ വാ തുറക്കില്ല. അമ്മ ഇങ്ങനെ പറയുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇന്ന് സൈൻ ചെയ്യുന്നത് തടുക്കാനായിട്ട് ആദ്യം ഭാസ്കരേട്ടനും അഭിയേട്ടനും പുറത്തുപോയി. ഇപ്പതാ വസുവേട്ടത്തിയും പോയി. എനിക്ക് സ്വത്ത് തരാൻ അമ്മയ്ക്ക് താല്പര്യമില്ല. ഇതെന്തൊക്കെയാ പറയുന്ന കാർത്തിക? ഞങ്ങൾ പുറത്തേക്ക് പോയത് ഈവന്റിന്റെ ഒരു ആവശ്യത്തിനാണ്. വക്കീൽ ഞങ്ങളെ ഫോൺ ചെയ്ത് ഈ സമയത്ത് വരാൻ തന്നെയാ പറഞ്ഞത്. ജോലിയെല്ലാം നിർത്തിവെച്ചിട്ട് ഒപ്പിടാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. നിങ്ങൾ വന്നതും വസുവേട്ടത്തി പുറത്തുപോയി. പിന്നെ ഇതിലൊക്കെ എന്ത് കാര്യാ? വസുവേട്ടത്തിക്ക് എനിക്ക് സ്വത്ത് തരുന്നതിൽ ഒരു താല്പര്യമില്ല. നീ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തരുത്. ആദ്യം നിനക്ക് സ്വത്ത് തരണമെന്ന് പറഞ്ഞു തന്നെ വസുന്ധരയാണ്. അവള് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിനക്ക് സ്വത്തെന്നല്ല, ഡിവോഴ്സായിരുന്നു നിനക്ക് കിട്ടിയിരുന്നത്. ആ കാര്യം മണ്ടി അറിഞ്ഞാലല്ലേ? എപ്പോ നോക്കിയാലും സ്വത്ത് സ്വത്തെന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. വേറൊന്നും ചിന്തിക്കാൻ അറിയില്ല. ഭാര്യയ്ക്ക് സ്വത്ത് കിട്ടുമ്പോ ദുഃഖിക്കുന്ന ഒരേ ഒരു ഭർത്താവ് ഇവനായിരിക്കും. മരുമകന്റെ ഭാര്യയുടെ സ്വത്ത് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കുഞ്ഞമ്മ നിങ്ങളായിരിക്കും. വസുന്ധര ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് സ്വത്ത് തരുന്ന കാര്യത്തിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. വക്കീലും വന്നു. ഇനി ഒപ്പിടാനുള്ള പരിപാടിയാ. ചത്തുപോയ ഭർത്താവ് തിരിച്ചു വന്നതുപോലെ ഒരുപാടങ്ങ് സന്തോഷിക്കണ്ട. ഇതാ സാർ ഡോക്യുമെന്റ്സ്. ഇത് നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടെയാണോ ചെയ്യുന്നത്? അതെ ലോയർ സാർ. എൻ്റെ അനിയൻ്റെ ഭാര്യ കാർത്തികയ്ക്ക് ഞങ്ങളുടെ സ്വത്തിൻ്റെ പകുതി കൊടുക്കുന്നതിൽ ഞങ്ങൾക്കെല്ലാവർക്കും സമ്മതമാണ്. ഈ ഡോക്യുമെന്റ്സിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? എനിക്ക് പകുതി സ്വത്ത് അവർ എഴുതി തരുന്നു, അത്രയല്ലേ ഉള്ളൂ. ഒരു പ്രാവശ്യം കൂടെ വായിച്ചിട്ട് എന്തെങ്കിലും ചേർക്കണമെങ്കിലോ തിരുത്തണമെങ്കിലോ പറഞ്ഞാൽ മതി. സ്വത്ത് ഇവൾക്ക് കൊടുത്താലേ അതും ഇതുപോലെ കളയുമെന്നാ ആ ദൈവം പറയാതെ പറയുന്നത്. ഇനിയെങ്കിലും ഒന്ന് ആലോചിക്കേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഞാനെല്ലാം വായിച്ചു നോക്കി ലോയർ സർ. അഭിയേട്ടാ, എത്രയും വേഗം സൈൻ ചെയ്തേക്ക്. എന്തിനാ ഇത്രയ്ക്ക് ധൃതി കാണിക്കുന്നേ? സൈൻ ചെയ്യാൻ പോവാന്ന് പറഞ്ഞതല്ലേ? ഒപ്പിട്ടോളൂ ഏട്ടാ.
കണ്ടില്ലേ ഏട്ടാ, ഇവൾക്ക് സ്വത്ത് എഴുതി കൊടുക്കുന്നത് അവസാനം ആ പേനയ്ക്ക് പോലും പിടിക്കുന്നില്ല. ഇവൻ കളിയാക്കി പറയാണോ അതോ ദേഷ്യത്തിൽ പറയാണോ? ഇതൊക്കെ കാണുമ്പോഴേ കാർത്തികയ്ക്ക് സ്വത്ത് കിട്ടുമെന്ന് തോന്നുന്നില്ല. തുടരെ തുടരെ അപശകനങ്ങളാണ്. ഞാൻ പോയി വേറെ പേന കൊണ്ടുവരാം. കുഞ്ഞമ്മേ, വാസു ചേച്ചി പുറത്തേക്ക് പോയതും പേപ്പറുകൾ താഴെ വീണതും പേന എഴുതാതിരിക്കുന്നതും ഇത്രയും അപശകനങ്ങൾ ഒരുമിച്ച് വരുന്നതേ ഉറപ്പായും എന്തോ നടക്കാൻ പോകുന്ന സൂചനയാ. നീ ഒന്നും മിണ്ടാതിരിക്കട്ടെ. നീ അരുതാത്തത് പറയാതിരുന്നാ മതി. ഇന്ന് ഭൂമി രണ്ടായിട്ട് പിളർന്നാലും കാർത്തികയ്ക്ക് സ്വത്ത് വന്ന് ചേരണം. എന്താ മാഡം, എത്ര തവണ ഫോൺ ചെയ്താലും അഭിറാം എന്താ ഫോൺ എടുക്കാത്തത്? എന്നെ അവന് ഒട്ടും പേടിയില്ലേ? അതോ നിന്നോട് ഒരു തരി പോലും സ്നേഹമില്ലേ? നിന്റെ കഷ്ടകാലം തുടങ്ങാൻ പോവാ ആദിത്യ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇല്ല മാഡം, എനിക്കിപ്പോഴാണ് നല്ല കാലം ആരംഭിച്ചിരിക്കുന്നത്. എന്റെ ലവർ കാർത്തികയ്ക്ക് നിങ്ങളുടെ സ്വത്തിന്റെ പകുതി ഇപ്പൊ കിട്ടാൻ പോവാ. എനിക്കോ ഗവൺമെന്റ് ഈവന്റ് തന്നെ കിട്ടാൻ പോവാ. ഐ ആം ഹാപ്പി. കാർത്തികയ്ക്ക് സ്വത്ത് കൊടുക്കാനും പോകുന്നില്ല, നിനക്കായി ഇവന്റ് കിട്ടാനും പോകുന്നില്ല. നീ ഇപ്പൊ ഇവിടെ ഉള്ള അവിടെ അവളുടെ പേര് സ്വത്ത് എഴുതുക. നീ എന്താ ചെയ്യാൻ പോകുന്നേ? നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏയ്, അഭിറാം ഫോൺ എടുക്കില്ല അല്ലേ? അവൻ ഫോൺ എടുക്കുന്നത് വരെ അവനെ ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇവരെ രണ്ടുപേരെയും ശ്രദ്ധയോടെ നോക്കിക്കോ. ശരി സാർ. എന്താ ഏട്ടത്തി? താഴെ ഒരു ബ്ലേഡ് കിടപ്പുണ്ട്, അത് കാല് കൊണ്ട് എടുക്ക്. എടുക്ക്. നന്ദിനി, വാ. നീ വളരെ സ്മാർട്ടാണെന്ന് എനിക്കറിയാം മാഡം. ബട്ട് ഞാൻ ഭയങ്കര ക്രൂവലാണ്. എത്ര തവണ വിളിച്ചാലും
നിന്റെ ഹസ്ബൻഡ് ഫോൺ എടുക്കില്ല. നിന്നെ പിടിച്ചു വെച്ചിട്ട് അഭിരാമിനോട് ഈവന്റ് ഡിമാൻഡ് ചെയ്യാന്നാ വിചാരിച്ചെ. പക്ഷേ ഇപ്പം നിന്നെ കൊന്നിട്ട് നിന്റെ ശവം ഞാൻ അവന് പാഴ്സൽ ചെയ്യും. Don't move. മാറി നിക്ക്. കൂൾ ബേബി, കൂൾ, റിലാക്സ്. അത് തോക്കാണ്, പൊട്ടും. ഇങ്ങിതാ, നീ ഒരു പെണ്ണല്ലേ, ഗണ്ണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഹേയ്, ഒരടി മുന്നോട്ട് വെച്ച് ഷൂട്ട് ചെയ്യും. നന്ദിനി, ആ വല കൊണ്ട് അവരെ കെട്ടിയിട്. ദാ. Don't move. ആ എന്താ ഇത്? ഇവൾ ഇത്രയും പേനയെ കൊണ്ടുവന്നിരിക്കുന്നേ? ഒരു പേന തെളിഞ്ഞില്ലെങ്കിലും ഏതെങ്കിലും ഒരു പേന തെളിയും. ആ കാർത്തികയുടെ കൂർമ്മബുദ്ധി ഭയങ്കരം തന്നെ. അത് കൂർമ്മ ബുദ്ധിയല്ല, സ്വത്തിനോടുള്ള ആർത്തിയാ. ഇതാ അഭിയേട്ടാ. ആ ഭാസ്കരേട്ടാ, ഇത് പിടിക്ക്. ഇപ്പൊ ഇടും. ഇതാ, ഇത് പിടിക്ക്. ലോയർ സർ, സാറിനും പേന വേണ്ടേ? ആ തന്നോളൂ. ഇതാ. ഇനി എങ്ങനെ ഒപ്പിടാതിരിക്കും? ഏത് ശക്തിയാ വന്ന് തടുക്കുന്നതെന്നൊന്ന് കാണട്ടെ. ഇനി ഒപ്പിട്ടോളൂ ഏട്ടാ. ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പോവോ? ഒരൊപ്പിട്ട് കഴിഞ്ഞു. ഇനിയും 2 ഒപ്പ് ബാക്കിയുണ്ടല്ലോ. അഭി ഒപ്പിട്ട് കഴിഞ്ഞടി. അഖിൽ ഒപ്പിടണമല്ലോ. അഖിൽ, അഖിൽ, അവസാനത്തെ ഒപ്പ, വേഗം ഇട്. കഴിഞ്ഞടി, കഴിഞ്ഞു ഒപ്പിട്ട് കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? നിങ്ങളുടെ ഹൃദയം ഇപ്പൊ നിക്കുമല്ലോ, തുള്ളാതെ നിക്ക്. സൈൻ ചെയ്യരുത്.
ചെയ്യാൻ പാടില്ല. ലോയർ സർ, ദയവ് ചെയ്ത് സാറ് പൊയ്ക്കോളൂ. ഞങ്ങൾ പിന്നീട് വിളിക്കാം. ശരി മാഡം. എന്തു പറ്റി വസുന്ധര? കാർത്തികയ്ക്ക് സ്വത്ത് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല ഏട്ടാ. അവള് നമ്മളെ എല്ലാവരെയും പറ്റിച്ചിരിക്കുക. സ്വത്ത് കൊടുക്കാതെ നീ ആ കാർത്തികയെ പറ്റിക്കുന്നേ. ആവേശം കാണിക്കല്ലേ കുഞ്ഞമ്മേ. വസു ചേച്ചി എന്തോ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. കാർത്തിക നമ്മളെ പറ്റിക്കുകയാണെന്ന് എന്തുകൊണ്ടാ വസു പറയുന്നത്? അവള് നമ്മളിൽ നിന്നും ഒരു വലിയ രഹസ്യം മറച്ചു വെച്ചിരിക്കുവായിരുന്നു അമ്മേ. ആ കാര്യം എന്താണെന്ന് പറയൂ വസുന്ധര. കാർത്തികയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അഖിലല്ല. വേറെ ആരാ? ആദിത്യ. നീ എന്താ പറയുന്നത് വസു? അഖിലിന്റെ കുട്ടിയല്ലേ കാർത്തികയുടെ വയറ്റിലുള്ളത്? അല്ലമ്മേ, അഖിലിനെ വഞ്ചിച്ചിട്ട് കാർത്തിക ആദിത്യയുമായി റിലേഷൻഷിപ്പിലായിരുന്നു. ആദിത്യ കാരണ അവളിപ്പോ അമ്മയാകാൻ പോകുന്നേ. ആ സത്യം നമ്മളിൽ നിന്നൊക്കെ മറച്ചു വെച്ചിട്ട് ഈ കുടുംബത്തിലെ അവകാശി പ്രസവിക്കുന്നത് പോലെ അഭിനയിക്കുമായിരുന്നു. ആ സത്യം പുറത്തറിയുമെന്ന് വിചാരിച്ച് വിവാഹമോചനം വേണ്ടെന്ന് വെച്ച് നമ്മുടെ വീട്ടിൽ തന്നെ താമസിച്ചിട്ട് ഇവിടുത്തെ സ്വത്തെല്ലാം എഴുതി വാങ്ങാമെന്ന് മോഹിച്ചു. ഇന്നലെ ആദിത്യയും കാർത്തികയും റെസ്റ്റോറന്റിൽ വെച്ച് ഇക്കാര്യം സംസാരിക്കുന്നത് നന്ദിനി കേട്ടു. അതുകൊണ്ടാ നന്ദിനിയെ കിഡ്നാപ്പ് ചെയ്ത് ആദിത്യെ പൂട്ടിയിട്ടത്. ഞാൻ ചെല്ലാൻ അല്പം വൈകിയിരുന്നെങ്കിൽ നന്ദിനി അവരെ കൊന്നുകളഞ്ഞനെ.